എനിക്ക് ഉറക്കം വന്നിട്ട് നിൽക്കാൻ പറ്റണില്ല. അങ്ങോട്ടാണെങ്കിൽ പോകാനും പറ്റാത്ത അവസ്ഥ. ഞാൻ അവിടെ ചെന്ന് എന്നെ പിടിച്ച് നിന്റെ ഭാര്യയുടെ റൂമിലാക്കും. ഒന്നുകളെ ആ നീ ഇത് പറയണം, ഞാനത് കേൾക്കാൻ വേണം. നമുക്കൊരു കാര്യം ചെയ്യാം. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ നമുക്ക് ഒരുമിച്ച് പോകാം. എന്നിട്ട് എന്നെ റൂമിലാക്കിയിട്ട് നീ വിളിച്ചാ വിളിയേക്കുന്ന എവിടെയെങ്കിലും പതുങ്ങിക്കിടന്നുറങ്ങിക്കോ. ഇതിനൊക്കെ തിരിച്ച് സഹായം ചെയ്യാടേ. പറഞ്ഞാ പോരാ, ചെയ്യണം. ചെയ്യാന്നല്ലേ പറഞ്ഞത്? നീ വാ. നീ എന്തിനകത്തോട്ട് വന്നു? അതെന്റെ വന്നത് കണ്ടില്ല. ലക്ഷ്മി ലക്ഷ്മി, ലക്ഷ്മി, ഞാൻ കുളിക്കാ. ഓ സമാധാനമായി. അവള് കുളിക്കോ? നീ പൊയ്ക്കോ, നീ പൊയ്ക്കോ. എന്താ പിന്നെന്താ ഇവിടെ? അല്ല ഡ്രൈവർ അകത്ത് ബൾബ് ഫീസായി. അത് നേരെ ബൾബോ? എന്റെ കുഞ്ഞ് വളയം പിടിക്കുന്നവനെയൊക്കെ കൊണ്ടാണോ ബൾബ് മാറ്റിയിരിക്കുന്നത്? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്താ 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 ബൾബ് മാറ്റിയിടാനൊക്കെ ഇവിടെ വേറെ ആളുണ്ടെന്ന് പറയുമായിരുന്നു. ബൾബ്? അല്ല എന്താ മൂന്നാളും കൂടെ ഇവിടെ? നിനക്ക് ഉറങ്ങാറായില്ലേ? ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചു, പെട്ടെന്ന് അങ്ങ് മറന്നു. അതൊക്കെ നാളെ രാവിലെ ഓർന്നെടുക്കാം. ഇപ്പൊ ചെന്നാട്ടെ. കുഞ്ഞെന്താ ഇന്ന് കാണിച്ചിരിക്കുന്നത്? അകത്തോട്ട് കയറി ചെന്നാട്ടെ. നീ എന്ത് നോക്കി നിൽക്കാടാ അവിടെ? അല്ല ഞാൻ കുഞ്ഞകത്തോട്ട് കയറുന്നോ നോക്കുമായിരുന്നു. ചെല്ലേ. ചെല്ലടാ മോനെ, നിനക്ക് ഇതൊന്ന് കുറ്റിയിട്ടൂടെ? അമ്മ അകത്ത് ഭയങ്കര ചൂട് കാരണം ഞാൻ കുറ്റിയിട്ടിട്ട് കിടന്നാ മതി. ചെല്ലേ. താനെന്താ ഇവിടെ? ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. എന്താ എന്താടാ എന്താ എന്ത് പറ്റി? അവനോട് പറഞ്ഞു വിടണം, അവന്റെ സ്വഭാവം ശരിയല്ല. നീ തെളിച്ചു പറ. ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോ അവൻ ഈ കഥ അടച്ച് കുറ്റിയിട്ടു. എന്നിട്ട് ആ ദേഷ്യത്തിന് ഞാൻ ഒറ്റ അടി കൊടുത്തു. നല്ല പണിയാ നീ കാണിച്ചത്. പിന്നെ അവൻ എന്തിനാ ഈ കുറ്റിയിട്ടത്? ഈ കുറ്റി വീഴാഞ്ഞിട്ട് അത് ശരിയാക്കാൻ ഞാൻ അവനോട് പറഞ്ഞതല്ലേ. അയ്യോ, ഞാൻ ചെന്നൊന്ന് മാപ്പ് പറഞ്ഞിട്ട് വരാം. വേണ്ട, ഞാൻ നാളെ പറഞ്ഞോളാം. ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ എല്ലാം കൂടെ പ്രശ്നമാവും. ഉണ്ണികൃഷ്ണ, ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? എന്ത്? ബാലേട്ടന് ഇവിടെ എല്ലാരും ഉണ്ണിന്നാ വിളിക്കല്ലേ? ചില ആൾക്കാർക്ക് അങ്ങനെ രണ്ടു പേര് കാണും. മാപ്പിനി നാളെ പറയാം. കൊച്ചമേ എന്താടാ? നമ്മുടെ കൊച്ചു മുതലാളി തറയെ കിടന്നുറങ്ങുന്നു. താരല്ലോ? ആ തറയില് ഞാൻ കണ്ടതാ. കൊച്ചമ്മ ഇങ്ങോട്ട് വന്നേ, എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഏയ് ഏയ്, എന്താ? വാതിലിന്റെ കുറ്റി ശരിയാക്കാൻ വന്നതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സോറി. അത് സാരില്ല. തെറ്റിയത് ഞാനല്ലേ, അതുകൊണ്ടല്ലേ എന്നോട് പിണങ്ങി ഇവിടെ വന്ന് കിടന്നത്. ക്ഷമിച്ചു എന്ന് പറയാതെ ഞാൻ പോവില്ല. ക്ഷമിച്ചു. എടാ മണ്ട, അവൻ അവളോട് പിണങ്ങി വന്ന് കിടന്നതാ. അതെന്തിനാ രാത്രി പിണങ്ങിയത്? ഭാര്യയും ഭർത്താവുമായ പല കാര്യത്തിനും പിണങ്ങും. അതന്വേഷിച്ച് തല ഉണ്ടാക്കണ്ട. നീ നിന്റെ ജോലി പോയി നോക്ക്. ചുമട്ടു തൊഴിലാളികൾക്ക് ക്ഷേമനിധി വർദ്ധിപ്പിക്കും. ഇത് കുറെ കാലമായമാര് പറയാൻ തുടങ്ങിയിട്ട് ഒരു പുല്ലും നടക്കൂല. നീ വായിച്ചേ. അതിപ്പോ കൂട്ടിയാലും ഇല്ലെങ്കിലും നിനക്കെന്തായി ടെൻഷൻ? എനിക്ക് ടെൻഷൻ ഒന്നുമില്ല, എന്നാലും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ഓരോരോ പ്രശ്നങ്ങൾ. ചേട്ടാ, ചായ. ഈ സമയത്ത് എക്സസൈസ് ചായ.